നിങ്ങളുടെ ഫിറ്റ്നസ് ആവശ്യങ്ങൾ നിറവേറ്റാനായി ചേലക്കരയിൽ ഇതാദ്യമായി ഇന്റർനാഷണൽ ക്വാളിറ്റിയിൽ ഒരു AC ഫിറ്റ്നസ് സെന്റർ. ബ്രാൻഡ് ബോക്സ് ഫിറ്റ്നസ്. നിങ്ങളുടെ ഫിറ്റ്നസ് ഇനി ഞങ്ങളുടെ ഗ്യാരണ്ടി. പരിസ്ഥിതി ലോല പ്രദേശത്തെ കുന്നിടിച്ച് മണ്ണ് കടത്തിയതായി പരാതി. മുള്ളൂർക്കര ഗ്രാമപഞ്ചായത്ത് 8-ാം വാർഡിൽ മണലാടി പാറപ്പുറം പ്രദേശത്താണ് സംഭവം. വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്തിന് കീഴിൽ ശീതീകരിച്ച പച്ചക്കറി വിപണന കേന്ദ്രം ആരംഭിക്കാനാണ് കുന്നിടിച്ച് മണ്ണ് കടത്തിയതായി ആരോപണമുയരുന്നത്. സ്വകാര്യ വ്യക്തിയിൽ നിന്നും സ്ഥലം ഏറ്റെടുത്ത സംഭവത്തിൽ വലിയ സാമ്പത്തിക അഴിമതി നടത്തിയിട്ടുണ്ട് എന്നും ഇതിനെല്ലാം പിന്നിൽ CPIM ഭരിക്കുന്ന മുള്ളൂർക്കര ഗ്രാമപഞ്ചായത്തും വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്തുമാണെന്നും പരാതിയുമായി കോൺഗ്രസ് രംഗത്ത് വന്നു. പരിശുദ്ധവും പരിപാവനവുമായ ആറ്റൂർ ഭഗവതി കർത്യാനി ഭഗവതി ഭഗവതിയുമായി വളരെയേറെ അഭേദ്യമായ ബന്ധമുള്ള ചരിത്രമുള്ള ഒരു കുന്നാണിത്. ഭഗവതി കുന്ന് എന്നുള്ള പേരിലാണ് ഈ കുന്നിനെ അറിയപ്പെടുന്നത്. ഇന്ന് വളരെയേറെ പ്രകൃതി രമണീയമായി കിടന്നിരുന്ന ഈ പ്രദേശം ഇന്ന് വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്തും മുള്ളൂർക്കര ഗ്രാമപഞ്ചായത്തും CPM ഭരിക്കുന്ന 2 പ്രാദേശിക ഭരണ സ്ഥാപനങ്ങൾ ഈ കുന്നിൽ ഏകദേശം 1 ഏക്കർ 40 സെൻറ്റ് സ്ഥലം എന്ന് പറഞ്ഞാൽ 56 സ്ഥലമാണ് ഒരു പ്രൈവറ്റ് വ്യക്തിയുടെ കയ്യിൽ നിന്നും മേടിച്ചു എന്ന് പറയുന്നത്. ആ സ്ഥലം മേടിച്ചതിൽ തന്നെ കോടിക്കണക്കിന് രൂപയുടെ അഴിമതിയാണ് ഇവിടെ നടന്നിരിക്കുന്നത്. റവന്യൂ ഡിപ്പാർട്ട്മെന്റ് ഒരാറിന് 6,34,428 6,34,428 രൂപയാണ് ലാൻഡ് വാല്യൂ റവന്യൂ ഡിപ്പാർട്ട്മെന്റ് കൊടുത്തിട്ടുള്ളത്. എന്നാൽ ഈ സ്ഥലത്തിൻ്റെ ഉടമസ്ഥന് യഥാർത്ഥത്തിൽ ലഭിച്ചിട്ടുള്ളത് ഒരാറിന് 1,95,000 രൂപയാണ്. അപ്പോൾ 1,95,000 രൂപ എന്ന് പറയുമ്പോൾ 56 ആറിന് 3,55,27,968 രൂപയാണ് വരുന്നത്. അതിൽ സ്ഥല ഉടമസ്ഥന് കൊടുത്തിട്ടുള്ളത് 1,92,00,000 രൂപയാണ്. ശേഷിക്കുന്ന സംഖ്യ 2,46,07,968 രൂപ ആരടിച്ചു മാറ്റി? സർക്കാരിൻ്റെ പൊതുഖജനാവിൽ നിന്നും പോന്നിട്ടുള്ളതാണ്. വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്തിൽ നമ്മുടെ ഇന്ന് രാജ്യത്ത് നിലവിലുള്ള നിയമമനുസരിച്ച് വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്തിൽ നിന്നും രേഖാമൂലം കിട്ടിയ മറുപടിയിൽ വ്യക്തമായിട്ടുള്ള മറുപടിയാണിത്. ഇത്രയും വലിയ ഒരു സംഖ്യ ഇതിൽ നിന്ന് അടിച്ചു മാറ്റി. ഈ സംഖ്യ അടിച്ചു മാറ്റിയത് CPMൻ്റെ വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്ത് ഭരണകൂടവും CPMൻ്റെ മുള്ളൂർക്കര ഗ്രാമപഞ്ചായത്ത് ഭരണകൂടവുമാണ് ഈ സംഖ്യ അടിച്ചു മാറ്റിയത്. വലിയൊരു അഴിമതിയാണ് നടന്നത്. വലിയ അഴിമതി എന്ന് പറയുമ്പോൾ ഏകദേശം 2,46,07,968 രൂപ CPMൻ്റെ ഈ 2 ഭരണ സ്ഥാപനങ്ങളെ ബ്ലോക്ക് പഞ്ചായത്തും മുള്ളൂർക്കര ഗ്രാമപഞ്ചായത്തും ഭരിക്കുന്ന CPMകാർ അടിച്ചു മാറ്റി. അതുമാത്രമല്ല, ഈ കുന്ന് ഇവിടെ നിന്ന് എത്ര ആയിരക്കണക്കിന് ലോഡ് മണ്ണാണ് ഇവിടെ നിന്നും കഴിഞ്ഞ ദിവസങ്ങളിൽ ഇവിടെ നിന്നും കൊണ്ടുപോയിട്ടുള്ളത്. ഈ മണ്ണ് ബ്ലോക്ക് പഞ്ചായത്ത് ലേലം ചെയ്ത് വിറ്റതാണോ? ഞങ്ങളുടെ അറിവിൽ ഈ മണ്ണ് ബ്ലോക്ക് പഞ്ചായത്ത് ലേലം ചെയ്ത് വിറ്റിട്ടില്ല. ആരാണ് ഈ മണ്ണ് കൊണ്ടുപോയത്? ആരാണ് ഇത്രയും ഈ ഭീകരമായ രീതിയിൽ ഈ കുന്നിനെ ഒരു മനുഷ്യൻ്റെ വയറ് കുത്തിപ്പൊളിക്കുന്നതിന് തുല്യമായാണ് ഭഗവതി കുന്നിൻ്റെ മനോഹരമായ ഈ കുന്നിനെ കുത്തിപ്പൊളിച്ച് ഇത്രയും ഭീകരമായിട്ടുള്ള ഒരു
ഇവിടെ സൃഷ്ടിച്ചിരിക്കുന്നത്. അനധികൃതമായാണ് സ്ഥലത്തു നിന്നും മണ്ണ് കടത്തിയത് എന്നും സംഭവത്തിന്റെ തുടക്കം മുതൽ പലതവണ അധികൃതർക്ക് പരാതി നൽകിയിട്ടും യാതൊരുവിധ അന്വേഷണമോ നടപടിയോ ഉണ്ടായിട്ടില്ല എന്നും കോൺഗ്രസ് കുറ്റപ്പെടുത്തി. പ്രകൃതിയെ ചൂഷണം ചെയ്ത് മണ്ണ് കടത്തി അഴിമതി നടത്തിയവർക്കെതിരെ ശക്തമായ നടപടി വേണമെന്നും പദ്ധതിയിൽ നിന്നും ഭരണകൂടം പിന്മാറണമെന്നും കോൺഗ്രസ് ആവശ്യപ്പെട്ടു. ഈ പ്രദേശം അത്തരത്തിൽ ഇവിടെ ധാരാളം പച്ചക്കറി കൃഷി ചെയ്യുന്ന ഒരു പ്രദേശമല്ല. ഏതെങ്കിലും പ്രദേശത്ത് നിന്ന് കൊണ്ടുവരുന്ന ഒരു പച്ചക്കറികളെ ഈ കുന്നിൻ്റെ മുകളിൽ കൊണ്ടുവന്ന് വിപണന കേന്ദ്രം ഉണ്ടാക്കുക എന്ന് അതിൻ്റെ ലോജിക്ക് നമുക്ക് മനസ്സിലാവുന്നില്ല. ഇതിന് ബ്ലോക്ക് പഞ്ചായത്ത് യാതൊരുവിധ സാധ്യത പഠനവും നടത്തിയിട്ടില്ല. ഇത് ഒരു യഥാർത്ഥം പറഞ്ഞു കഴിഞ്ഞാൽ CPM ഭരിക്കുന്ന പ്രാദേശിക നേതാക്കൾ, ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ CPM ഭരണാധികാരികൾക്കും ഗ്രാമപഞ്ചായത്തിൻ്റെ CPM ഭരണാധികാരികൾക്കും സർക്കാരിൻ്റെ പണം അടിച്ചു മാറ്റാനായിട്ടുള്ള ഒരു പദ്ധതി രൂപകൽപ്പന ചെയ്തു എന്നാണ് ഞങ്ങൾക്ക് പറയാനായിട്ടുള്ളത്. ഇതിൻ്റെ യാഥാർത്ഥ്യം അതാണ്. ഞങ്ങളിത് വെറുതെ പറയുന്നതല്ല. ഞങ്ങളെ വിവരാവകാശ നിയമപ്രകാരം ബ്ലോക്ക് പഞ്ചായത്തുമായി ബന്ധപ്പെട്ടപ്പോൾ ബ്ലോക്ക് പഞ്ചായത്തിൽ നിന്ന് രേഖാമൂലം ഞങ്ങൾക്ക് കിട്ടിയിട്ടുള്ള മറുപടിയാണ്. ആ മറുപടിയിലാണ് ഇതിന് ബ്ലോക്ക് പഞ്ചായത്തിൽ നിന്നും ചിലവായ ഇതിൻ്റെ സ്ഥലം വാങ്ങിക്കാൻ മാത്രം ആയിട്ടുള്ളത്. അപ്പോൾ ഇതൊരു വലിയ അഴിമതിയാണ്. അഴിമതിയിൽ ഉപരി ആറ്റൂർ അമ്പലനട മണലാടി പാറപ്പുറം പ്രദേശത്തെ ജനങ്ങളോട് ചെയ്യുന്ന വലിയ ഒരു ക്രൂരതയാണ്. ഗ്രാമപഞ്ചായത്ത് ഭരണാധികാരികളും ബ്ലോക്ക് പഞ്ചായത്ത് ഭരണാധികാരികളും ഇത്തരത്തിൽ മനോഹരമായ പ്രകൃതി സൗന്ദര്യത്തോടുകൂടി നിന്നുന്ന ഒരു കുന്ന്, ആറ്റൂർ ഭഗവതി കർത്തിയാനി ഭഗവതി ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് ചരിത്ര പ്രാധാന്യങ്ങളുള്ള ഭഗവതി കുന്ന് എന്നറിയപ്പെടുന്ന ഈ കുന്നിനെ ഈ രൂപത്തിൽ ഇടിച്ച് നിരത്തി ഒരു വലിയ തുരങ്കം സൃഷ്ടിച്ച് ഇവിടെ തകർത്ത് ഇട്ടിരിക്കുകയാണ്. ഇത് ഈ രാജ്യത്തെ ജനങ്ങളോട് ചെയ്യുന്ന വലിയൊരു അനീതിയാണ്. അതുമാത്രമല്ല, ഇവിടെ കഴിഞ്ഞ പ്രകൃതിക്ഷോഭമുണ്ടായപ്പോൾ ഇവിടെ നിന്നും ആ കാണുന്ന 150 മീറ്റർ പോലും അകലെയില്ലാത്ത ഫോറസ്റ്റിനകത്ത് ആ മലയിൽ ഉരുൾപൊട്ടി ഒരു 100ഓളം കുടുംബങ്ങളെ ഞങ്ങളെ ഈ കാണുന്ന ഈ സ്കൂളിലാണ്, ഈ ഹോളി ഏഞ്ചൽസ് സ്കൂളിലാണ് ഞങ്ങളവരെ ഒരു ആഴ്ചക്കാലം മാറ്റി പാർപ്പിച്ചത്. അങ്ങനെ ഉരുൾപൊട്ടിയതിൻ്റെ ഭാഗമായിട്ട് ജിയോളജി വകുപ്പ് ഇവിടെ സർവേ നടത്തി. ജിയോളജി വകുപ്പ് പറഞ്ഞു ഈ മലയുടെ 3 കിലോമീറ്റർ ചുറ്റളവ് പ്രദേശം പാരിസ്ഥിതിക ലോല പ്രദേശമാണ് എന്ന് ജിയോളജി വകുപ്പ് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. എല്ലാ വർഷക്കാലത്തും കാലവർഷം ശക്തിപ്പെട്ടാൽ ജിയോളജി വകുപ്പിൻ്റെ ആൾക്കാരും റവന്യൂ വകുപ്പിൻ്റെ ആൾക്കാരും വന്ന് ഈ പ്രദേശത്തുള്ള വീട്ടുകാരോട് മാറി താമസിക്കാൻ പറയാറുണ്ട്. അങ്ങനെ പ്രകൃതി ലോല പ്രദേശം ആയിട്ടുള്ള ഒരു പ്രദേശത്താണ് ഇതുപോലുള്ള മനോഹരമായ ഒരു കുന്നിനെ ഇടിച്ചു നിരത്തിയത്. ഈ രാജ്യത്തെ ഭരണാധികാരികൾ, പ്രാദേശിക ഭരണാധികാരികൾ, ജനങ്ങൾക്ക് സംരക്ഷണം കൊടുക്കേണ്ട, ജനങ്ങളെ സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്വമുള്ള പ്രാദേശിക ഭരണാധികാരികളാണ് ഈ തരത്തിൽ ഈ കുന്ന് ഇടിച്ചു നശിപ്പിച്ചിട്ടുള്ളത്. ഈ പദ്ധതിയിൽ നടന്നിട്ടുള്ള സാമ്പത്തിക ക്രമക്കേടുകൾ, ഇതിൻ്റെ ഭൂമി വാങ്ങിയതിൽ നടന്നിട്ടുള്ള സാമ്പത്തിക ക്രമക്കേടുകൾ, ഈ തെറ്റായ നടപടിയിൽ നിന്നും പഞ്ചായത്ത് ഭരണാധികാരികൾ, ബ്ലോക്ക് പഞ്ചായത്ത് ഭരണാധികാരികളും ഗ്രാമപഞ്ചായത്ത് ഭരണാധികാരികളും പിന്മാറണം. ഈ കുന്നിനെ പൂർവ്വസ്ഥിതിയിലാക്കി ഇതിൻ്റെ പ്രകൃതി സൗന്ദര്യം ഇവിടെ നിലനിർത്തണം എന്നാണ് ഞങ്ങൾക്ക് അപേക്ഷിക്കാനായിട്ടുള്ളത്. മണ്ണെടുത്തവർ ഇത് പലരും അറിഞ്ഞിട്ടില്ല. ഇതിന് പലരും നാട്ടുകാരിൽപ്പെട്ട പലരും ഇതിന് ബന്ധപ്പെട്ട അധികാരികൾക്ക് പരാതി കൊടുത്തിട്ടുണ്ട്. കളക്ടർക്ക് പരാതി കൊടുത്തിട്ടുണ്ട്, ഗവൺമെൻറ്റിന് പരാതി സമർപ്പിച്ചിട്ടുണ്ട്. മാത്രമല്ല, ഇതിൻ്റെ ഭൂമിയുടെ ഇടപാടുമായി ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയിലെ ഭരണകക്ഷിയിൽപ്പെട്ടവർ തന്നെ കേസിന് പോയിട്ടുണ്ട് എന്നാണ് ഞങ്ങളുടെ അറിവ്.